ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചാന്തുപുട്ടിലെ ഒരു ഡയലോഗായിട്ട് തുടങ്ങാം കേട്ടോ. ചാന്തുപുട്ട് എന്ന സിനിമയിലെ ഒരു ചെറിയ ഭാഗം ഇന്ന് കാണാം. ദിലീപിന്റെ ആണത്വം തെളിയിക്കാൻ അടിച്ചു വീഴ്ത്തി അബോധാവസ്ഥയിൽ സദാചാര ഗുണ്ടകൾ അവനെ കടലിൽ എറിഞ്ഞ ശേഷം കടലമ്മ രക്ഷിക്കുന്ന ഒരു സീനാണെന്ന് കാണാൻ വന്നത്. സിനിമ കണ്ടവർക്കറിയാണ്ടാവും, അവൻ കുറച്ച് ഫെമിനിസ്റ്റ് ആണല്ലോ ദിലീപ് ഈ ചാന്തുപുട്ടില്. അപ്പൊ അവനെല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കായിരുന്നു, അവന്റെ ലിംഗം കാണാൻ വേണ്ടിയിട്ട്, അവൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവനെ മർദ്ദിക്കുകയാണ്. പിന്നെ അവനായിട്ട് വഴക്ക് കൂടുകയാണ്. അപ്പം തലക്കിടിച്ച് അവനെല്ലാം കൂടി ഏതാണ്ട് അബോധാവസ്ഥയിലാവുമ്പോൾ അവരെടുത്ത് കടലിലേക്ക് എറിയുന്നതാണ്. എന്നിട്ട് അവൻ പോയിട്ട് മറ്റൊരു കരയിൽ പോയി ചെന്നടിയുന്നതാണ് കേട്ടോ. വന്ന സമയത്ത് തലയ്ക്ക് പരിക്കേറ്റത് കൊണ്ട് അവന് സ്ഥലകാല ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ബോധം വന്നപ്പോൾ അവൻ കാണുന്നത് ചട്ടയും മുണ്ടുമെടുത്ത ഒരു സ്ത്രീയെയാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്. അവിടെ നിന്നിട്ടാണ് ഈ രംഗം തുടങ്ങുന്നത് കേട്ടോ. അവനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ ഉണ്ട്, പ്രായം ചെന്നൊരു സ്ത്രീ. അവർ ചട്ടയും മുണ്ടും അടുത്തൊരു ക്രിസ്ത്യാനി പെണ്ണുങ്ങളൊക്കെ കൊടുക്കുന്ന പോലുള്ള ഒരു ഡ്രസ്സ്. അപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോൾ അവന് സംശയം തോന്നുന്നു, ഞാൻ അതുവരെ അവൻ്റെ മനസ്സിലുണ്ടായ എന്നെ കടലമ്മയാണ് രക്ഷിച്ചതെന്നുള്ള ഒരു ബോധം ഉണ്ടാവും അവന്. പക്ഷെ ഈ സ്ത്രീയെ കാണുമ്പോൾ അവൻ ചോദിക്കുകയാണ്, അയ്യോ കടലമ്മ ക്രിസ്ത്യാനിയാണോ? അവന്റെ ഒരു എന്താ പറയാ, ഒരു തമാശ നിറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അയ്യോ കടലമ്മ ക്രിസ്ത്യാനിയാണോ? ഓ ജൽപരി സമുദ്രിക്ക് മാ ഏക് ഈസായി ഹേ. ഈസായി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യനാണോ എന്ന്. ഈ കടലമ്മ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ആയുള്ള ഒരാളല്ല, ഒരു ഇമാജിനേറ്റീവ് ഫിഗർ ആണല്ലോ. അപ്പൊ സമുദ്രിക്ക് മാ എന്ന് പറയാ, ജൽപരി എന്ന് പറയാ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാം. അതെ, ഇപ്പോൾ ഈ ശോശാമ്മയാണ് കടലമ്മ. അപ്പൊ ആ സ്ത്രീ പറയാണ്, ആ സ്ത്രീയുടെ പേരാണ് ശോശാമ്മ. അപ്പൊ അവർ പരിഹസിച്ചുകൊണ്ട് പറയാ, ആ ഈ ശോശാമ്മയാണ് ഇപ്പൊ കടലമ്മ. ഹാ അബ് യേ ശോശാമ്മ ഹി സമുദ്രക്കി മാ ഹൈ. ഈ ശോശാമ്മ തന്നെയാണ് സമുദ്രത്തിന്റെ അമ്മ. ദിലീപിനൊരു മറുപടി കൊടുക്കുകയാണ് അവര്. അബ് ഇപ്പോൾ യേ ശോശാമ്മ, ഈ ശോശാമ്മ തന്നെയാണ് സമുദ്രത്തിന്റെ അമ്മ. സമുദ്രത്തിന്റെ അമ്മ ഇപ്പോൾ ഞാനാണ്. അപ്പൊ അത് ദിലീപിനോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് കടലമ്മയുടെ കൊട്ടാരമല്ലേ? എഗെയിൻ ദിലീപിന് സംശയം. തോ ഈ കടലമ്മ മഹൽ നീ. കടലമ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമാജിനേറ്റീവ് ഫിഗർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണ്ടി പറയാം. കടലമ്മ എന്ന് പറയാം, ജൽക്കപ്പരി എന്ന് പറയാം, സമുദ്രിക്കുമ എന്ന് പറയാം. ഇത് അവരുടെ മഹലല്ലേ. മഹൽ എന്ന് പറഞ്ഞ കൊട്ടാരാണ് കേട്ടോ. കൊട്ടാരത്തിനാണ് മഹൽ എന്ന് പറയുന്നത്. ഏ കടലമ്മ മഹൽ നീ. ഇത് കടലമ്മയുടെ കൊട്ടാരം അല്ലേ? ഇതുവരെ അവൻ വിചാരിച്ചത് കടലമ്മയുടെ കൊട്ടാരാണ് അവൻ വന്ന് കിടക്കുന്നതെന്ന്. അപ്പം ഈ ശോശാമ്മയുടെ കൊട്ടാരം എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ ക്ലിയർ ചെയ്യുന്നത്. ഇത് ഹെരോദാസിന്റെ കൊട്ടാരമാ, ഏ ഹെരോദാസ് കാ മഹല്. അപ്പൊ ആ സ്ത്രീ പറയാ, ഇത് കടലമ്മയുടെ കൊട്ടാരല്ല, ഇത് ഹെരോദാസ് കാ മഹല്. ഇത് ബൈബിളൊക്കെ വായിച്ചുള്ളവർക്ക് അറിയാണ്ടാവും ഹെരോദാസ് ആരാണെന്ന്. യഹൂദന്മാരെല്ലാം താമസിച്ച കൊട്ടാരം, അതാണ് ഹെരോദാസ് കാ മഹൽ. ഏ ഹെരോദാസ് കാ മഹൽ ഹെ. മഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം. ഹെരോദാസ് കാ മഹല്, ഹെരോദാസിന്റെ കൊട്ടാരമാണ് ഇവിടെ. എന്നാൽ ഇത് കടലമ്മയുടെ കൊട്ടാരല്ല, ഇത് ഹെരോദാസിന്റെ കൊട്ടാരമാണെന്ന് ദിലീപിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് അവരും ദിലീപും ഏതാണ്ട് ഒരേപോലെയാണ് കേട്ടോ. ഒക്കെ ഉടനെ സ്ഥലവും വീടും നൃത്തം തുടങ്ങും. സ്ഥലവും വീടും നൃത്തം തുടങ്ങുന്ന പറഞ്ഞാൽ അവർ താമസിക്കുന്ന വീടും നൃത്തം ചെയ്യും, ആ സ്ഥലവും രണ്ടും തുള്ളാൻ തുടങ്ങും. തുരന്ത് ഉടനെ. തുരന്ത് എന്ന് പറഞ്ഞാൽ ഉടനെ എന്നുള്ളതിനാണ്. ജൽദി എന്നൊക്കെ പറയലേ പെട്ടെന്ന്. അതുപോലെ ഒരർത്ഥമുള്ള വീടാണ് തുരന്ത്. ഉടനെ ഏ ഗർ ഔർ ജഗ, ഈ വീടും ഈ സ്ഥലവും നാച്ചിനെ ലഗേങ്കെ, ഇത് രണ്ടും ഡാൻസ് ചെയ്യാൻ തുടങ്ങും. ഉടനെ തന്നെ ഇത് രണ്ടും ഡാൻസ് ചെയ്യാൻ തുടങ്ങും. ആ സ്ത്രീ പറയാ, ആ സ്ത്രീ കുറച്ച് ഒട്ടുള്ള സ്ത്രീ ആട്ടോ. യോഗണ്ണന്റെ തലവെട്ടാൻ, യോഗണ്ണൻ കാ സിർ കാട്ടനെ. യോഗണ്ണൻ കാ സിർ കാട്ടനെ. സിർ കാട്ടന എന്ന് പറഞ്ഞാല് തല വെട്ടാൻ. യോഗണ്ണന്റെ തല വെട്ടാൻ എന്നുള്ളതിന് പറയുന്നതാണ് സിർ കാട്ടനെ. സിർ കാട്ടനെ. സിർ എന്ന് പറഞ്ഞാൽ തല, കാട്ടന എന്ന് പറഞ്ഞാല് മുറിക്കുക. അപ്പൊ ഇവനെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. നീ വന്നിരിക്കുന്നത് റോങ് പ്ലേസിലാണ്, ഈ സ്ഥലവും വീടും എല്ലാം കൂടി ഇപ്പം ഡാൻസ് ചെയ്യും. പിന്നെ ബാക്കി ഇപ്പം പറയും. യോഗണ്ണൻ കാ സിർ കാട്ടനെ, യോഗണ്ണന്റെ തല കട്ട് ചെയ്യാൻ. കൂട്ടത്തിൽ നിന്റെ തലയും ഞാൻ വെട്ടും. കൂട്ടത്തിൽ നിന്റെ തലയും വെട്ടും. അപ്പൊ യോഗണ്ണന്റെ തല
വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ പ്ലേസും ആ വീടും എല്ലാം കൂടി ഡാൻസ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ നിന്റെ തലയും വെട്ടും. സാത്ത് മേ കൂട്ടത്തിൽ, സാത്ത് മേ എന്ന് പറഞ്ഞാല് കൂട്ടത്തിൽ, തുമാരാ ബി സിർ നിന്റെ തലയും, തുമാരാ ബി സിർ എന്ന് പറഞ്ഞാൽ നിന്റെ തലയും, മേ കാട്ട് ഡാലൂങ്ക അത് കട്ട് ചെയ്യും, കാട്ട് ഡാലൂങ്ക എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് വെക്കും, നിന്റെ തലയും ഞാൻ കട്ട് ചെയ്യും. എന്തിന്? അപ്പൊ ദിലീപിന് മനസ്സിലായില്ല എന്തിനാ എന്റെ തല വെട്ടുന്നത്, എന്തിന്, ക്യോ, എന്തിനെന്നുള്ള എന്താ പറയാ, ക്യോ. അവൻ തലയിൽ പഞ്ഞിയും വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ദിലീപിന്റെ നല്ലോണം ഡ്രസ് ചെയ്തൊക്കെ വുഡ് ഡ്രസ് ചെയ്തൊക്കെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്, പഞ്ഞിയൊക്കെ ഉണ്ട്, ഇവിടെ ഇവിടെയൊക്കെ തിരികെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടിയിരിക്കുക. അപ്പൊ ഇവനാണ് യോഹനനെ തല വെട്ടാൻ വന്നതെന്നുള്ള മട്ടിലാണ് പറയുന്നത്. അവൻ തലയിൽ പഞ്ഞിയും വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ദിലീപാണ് ഇവരെയൊക്കെ കൊല്ലാൻ വന്നതെന്നുള്ള മട്ടിൽ പറയാണ്. ബസ് സിർപ്പർ രൂയി രക്കർ ഉദരേഹെ, സിർപ്പർ തലയിൽ, രൂയി എന്ന് പറഞ്ഞ പഞ്ഞി, രക്കർ പഞ്ഞി വെച്ചുകൊണ്ട്, ഉദരേഹെ ഇറങ്ങിയിരിക്കുകയാണ്. അവൻ തലയിൽ പഞ്ഞി വെച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബസ് സിർപ്പർ രൂയി രക്കർ ഉദരേഹെ. ഇത് ഫിലിമിലെ എക്സാക്ട് ഡയലോഗും മീനിങ് തപ്പിയെടുക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം അത് പ്രോപ്പർ മലയാളത്തിൽ ഉണ്ടാക്കിയ സിനിമയാണ്. ഇതിന് സാമ്യമായ ഹിന്ദി വേർഡ്സ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്, കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്, അഗൈൻ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് ആണ് ഇതൊക്കെ. പ്രഭു കോ ധോഖ ദേനെ വാല യഹൂദ, പ്രഭു എന്ന് പറഞ്ഞാൽ കർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ധോഖ ദേന, നമ്മളെ ആരെയും വഞ്ചിക്കുക, പറഞ്ഞു പറ്റിക്കുക, വഞ്ചിക്കുക, ഒറ്റിക്കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് ധോഖ ദേന എന്ന് പറയാം. ധോഖ ദേനെ വാല യഹൂദ, കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. അതിനോടാണ് ഇപ്പം ദിലീപിനെ അവരെ കമ്പയർ ചെയ്യുന്നത്. യൂദാസിനാണ് യഹൂദ എന്ന് പറഞ്ഞ, യഹൂദയായിട്ട് ദിലീപിനെ അവർ കമ്പയർ ചെയ്യാണ്. തലയിൽ പഞ്ഞു വെച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്, കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ ദിലീപ് വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, അവൻ ഇന്നസെന്റ് ആയിട്ട് പറയാ, ഇന്നസെന്റ് ആണ് അവൻ തമാശ രൂപത്തിൽ പറയാം. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, എന്നാൽ ഞാൻ യഹൂദനെ പോലെ വന്നതാണെന്നുള്ളത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. മുജേത്തോ പതാഹീനയും ചല, മുജേത്തോ എനിക്ക്, പതാഹീനയും ചല ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ കൊല്ലാൻ വന്നതാണെന്നോ അല്ലെങ്കിൽ പഞ്ഞി വെച്ചു വന്നത് ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ള കാര്യം തന്നെ എനിക്ക് തന്നെ അറിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ അനുമാനിക്കുന്നെന്നുള്ള മട്ടിലാണ് ആ സ്ത്രീയോട് ചോദിക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. മുജേത്തോ പതാഹീനയും ചല. അമ്മേ അവിടെ എങ്ങാനും അടങ്ങിയിരിക്കും. ഇത് കേട്ടുകൊണ്ട് ബിജു മേനോൻ വരികയാണ്. ബിജു മേനോന്റെ അമ്മയാണ് ഈ സ്ത്രീ. അമ്മേ അവിടെ എങ്ങാനും അടങ്ങിയിരിക്കൂ. മാ വഹാ കഹി ശാന്തി സേ ബൈഠോ, ശാന്തി സേ ബൈഠോ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൽ അവിടെ എവിടെ അടങ്ങിയിരിക്കാനാ പറയുന്നത്. മാ അമ്മ, വഹാ അവിടെ, കഹി അവിടെ എവിടെയെങ്കിലും, അവിടെ എവിടെയെങ്കിലും എന്നുള്ളത് പറയുന്നതാണ് വഹാ കഹി, ശാന്തി സേ ബൈഠോ അടങ്ങിയിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ആക്ച്വൽ വേർഡ് മീനിങ് ഇതിൽ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് കേട്ടോ. സിനിമയിൽ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെയാണ് അവർ ഉപയോഗിച്ചത്. നമുക്ക് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറെ മീനിങ് തന്നെ മാറിപ്പോകുന്നുണ്ട്. അപ്പം ബിജു മേനോൻ ദിലീപിനോട് പറയാണ്, പേടിക്കേണ്ട ഇതെന്റെ വീടാ. അപ്പൊ ബിജു മേനോൻ വന്ന് കയറിയപ്പം ദിലീപ് കണ്ടപ്പം പേടിച്ചു പോയിണ്ടാവില്ല, ആരാ അതൊരു പുതിയ ആളിങ്ങോട്ട് കയറി വരുന്നത്. പേടിക്കേണ്ട ഇതെന്റെ വീടാ. ഡറോ മത് ഏ മേരാ ഘർ ഹൈ, ഡർന എന്ന് പറഞ്ഞാൽ പേടിക്കുക, ഡറോ മത് പേടിക്കേണ്ട, മത്ത് എന്ന് പറഞ്ഞാൽ വേണ്ട, ഇല്ല എന്നൊക്കെയാണ് കേട്ടോ. ഡറോ മത്ത് എന്ന് പറഞ്ഞാല് പേടിക്കേണ്ട, ഏ മേരാ ഘർ ഹൈ ഇതെന്റെ വീടാണ്. അപ്പം ബിജു മേനോന്റെ അമ്മയായിട്ടാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് പരിചയമില്ലാത്തത് കൊണ്ടാ. അപ്പൊ ബിജു മേനോൻ അമ്മയെ പറ്റി പറയാണ്, അമ്മയ്ക്ക് നിന്നെ പരിചയമില്ലാത്തതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അമ്മാക്ക് ജാൻ പഹചാൻ കാ നഹി ഹെ ഇസ്ലിയെ, അമ്മാക്ക് ജാൻ പഹചാൻ കാ നഹി ഹെ, അമ്മയ്ക്ക് പരിചയമുള്ള കൂട്ടത്തിലല്ല നീ, അതുകൊണ്ടാണ്. അമ്മാക്ക് ജാൻ പഹചാൻ കാ നഹി ഹെ ഇസ്ലിയെ, അതുകൊണ്ടാണ്. ഈശ്വര ഇതെന്ത് പാദസര. അപ്പൊ അവൻ ആ സ്ത്രീയെ ശരിക്കും നോക്കുക. അപ്പൊ കാലില് വലിയൊരു ചെയിൻ കെട്ടിയിരിക്കുന്നു. അപ്പം ചോദിക്കുക, ഹേ ഭഗവാൻ ये किस तरह का पायल है, हे ഭഗവാൻ ദൈവമേ ഇത് എന്ത് തരത്തിലുള്ള പായൽ, പായൽ എന്ന് പറഞ്ഞാൽ പാദസരം, പാദസരത്തിനാണ് പായൽ എന്ന് പറയുന്നത്. കിസ് തരക്ക ഏത് തരത്തിലുള്ള, എന്ത് തരത്തിലുള്ള, എങ്ങനെയുള്ള, അതിനൊക്കെ നമുക്ക് കിസ് തര ഉപയോഗിക്കാം കേട്ടോ. ഹേ ഭഗവാൻ ഏ കിസ് തരക്ക പായല്, എങ്ങനെയുള്ള പായലാ വരട്ടിരിക്കുന്നത്. പായൽ എന്ന് പറഞ്ഞാൽ പാദസരം. ഈശ്വര ഇതെങ്ങനെയുള്ള പായലായിട്ടിരിക്കുന്നത്. അപ്പൊ വിചാരിച്ചത് ആദ്യം പാദസരം കിട്ടിയെന്നാ, വലിയ റിംഗ് ചെയിൻ, വലിയൊരു ചെയിൻ കൊണ്ടുള്ളതാണ്ടാക്കിയ ഇരുമ്പ് ചെയിനില്ലേ,
അയ്യോ ചങ്ങലയൊക്കെ ഇട്ടിരിക്കുക. അപ്പൊ അവൻ നോക്കുന്നത് ആദ്യം പാദസര വിചാരിച്ചു. അപ്പൊ രണ്ടു കാലും കൂടി കൂട്ടി കെട്ടിയിട്ടുണ്ട് ഇതിനെ കൊണ്ട്. ആ ചങ്ങലയെ കൊണ്ട് രണ്ടു കാലും കൂടി കൂട്ടി കെട്ടിയിരിക്കുക. ഓ ജഞ്ചീർ സേ ബാന്ധാ ഹുവാ ഹെ. ജഞ്ചീർ എന്ന് പറഞ്ഞാൽ ചങ്ങല. ജഞ്ചീർ സേ ചങ്ങല കൊണ്ട് ബന്ധാ ഹുവാ കെട്ടിട്ടിരിക്കുകയാണോ, ഇവര് ചങ്ങല കൊണ്ട് കെട്ടിട്ട്. അപ്പൊ ഇവരെന്തോരം മെന്റലി അസുഖമുള്ള ഒരാളാണ്. അപ്പൊ ഓടിപ്പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ജഞ്ചീർ സേ ബന്ധാ ഹുവാ, ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. നീ ഏതാ, എന്താ നിന്റെ പേര്? അപ്പൊ ബിജു മേനോൻ ദിലീപിനോട് ചോദിക്കാണ്, നീ ഏതാ, തും കോനെ, എന്താ നിന്റെ പേര്, നിന്റെ പേരെന്താണ്? തും കോനെ ഔർ തുമാരാ നാം ക്യാ ഹെ. തും കോൻ ഹെ ഔർ തുമാരാ നാം ക്യാ ഹെ. നീ ആരാണ്, നിന്റെ പേരെന്താണ്? തുമാരാ നാം ക്യാ ഹെ, നിന്റെ പേരെന്താണ്? രാധ, ആദ്യം പറയൂ രാധ, പിന്നെ മുഴുമിപ്പിക്കും രാധാകൃഷ്ണൻ. രാധ, രാധാകൃഷ്ണൻ. അപ്പൊ അവനെ രാധ രാധ എന്ന് വിളിച്ചിട്ടാണ് പരിചയമുള്ള. കാരണം അവന്റെ ബർത്ത് പ്ലേസിലൊക്കെ എല്ലാവരും രാധ എന്ന് അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അവനൊരു ഫെമിനൈൻ ക്യാരക്ടർ ഉള്ളത് കൊണ്ടും അവൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും. കൃഷ്ണനെ എന്തിനാ അവർ ഉപദ്രവിച്ചത്? ആദ്യമായിട്ടാണ് ഒരാൾ കൃഷ്ണൻ എന്നുള്ള പേരെടുത്തവനെ വിളിക്കുന്നത് ബിജു മേനോൻ. കൃഷ്ണനെ എന്തിനാ അവർ ഉപദ്രവിച്ചത്? അവർ എന്ന് പറഞ്ഞാൽ അവന്റെ നാട്ടുകാര്. എന്തിനാണ് നിന്നെ അവർ ഉപദ്രവിച്ചത്? ഉന്നോനെ കൃഷ്ണാക്കോ നുക്സാൻ ക്യോം പഞ്ചായ. നുക്സാൻ എന്ന നഷ്ടം. നിനക്ക് എന്തിനാണ് അവർ നഷ്ടം വരുത്തിയത്, ഉപദ്രവിച്ചത്? ഉപദ്രവിച്ചതിനാണ് ചോദിക്കുന്നത്. നുക്സാൻ ക്യോം പഞ്ചായ. ആക്ച്വലി നുക്സാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നതിനാണ് കേട്ടോ. ഇത് അവിടെ അവന്റെ വേദനകളൊക്കെ സഹിക്കേണ്ടി വന്നില്ല, അതൊരു ഉപദ്രവമായിട്ട് എടുക്കാം. ഇനിയിപ്പം അതോർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. അബ് ഇസ്കെ ബാരെ മേ ചിന്ത കർണേക്ക് കോയി സരൂരത്ത് നീ ഹൈ. അബ് ഇപ്പോൾ ഇസ്കെ ബാരെ മേ ഇതിനെപ്പറ്റി ചിന്ത കർണേസെ, ചിന്ത കർണേക്ക് ചിന്തിച്ചിരിക്കേണ്ട, കൊയ് ജരൂരത്ത് നീ ഹൈ ഒരാവശ്യവുമില്ല. ജരൂരത്ത് എന്ന് പറഞ്ഞാല് ആവശ്യം. ഓക്കെ, ഇസ്കെ ബാരെ മേ ചിന്ത കർണേക്ക് കൊയ് ജരൂരത്ത് നീ ഹൈ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഓർത്തിട്ട് എന്താണ്? നിയമവും പോലീസുമൊക്കെ വേണ്ടത്ര ഇല്ലേ? കാനൂൻ और പോലീസ് പര്യാപ്ത ഹേന. അപ്പൊ ബിജു മേനോൻ ഇവനോട് പറയാ, പോലീസും പട്ടാളമൊക്കെ ഉണ്ടല്ലേ, നമുക്ക് വേണ്ടത്ര ഉണ്ടല്ലേ, നമുക്ക് പോലീസിനെ അപ്രോച്ച് ചെയ്തൂടെ, പോലീസിനെ സമീപിച്ചൂടെ? ഇത് പോയതിനെ കുറിച്ച് നമ്മളിങ്ങനെ വ്യാകുലപ്പെട്ടിരുന്നിട്ട് എന്താ? ആവശ്യത്തിന് നമ്മുടെ നാട്ടിലെ ആവശ്യത്തിന് പോലീസുണ്ട്, നമുക്ക് നിയമ വഴിക്ക് പോകാം, പോലീസിന് ഹെൽപ്പ് എടുക്കാം, നിയമത്തിന്റെ ഹെൽപ്പ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവനെ കൺസോൾ ചെയ്യാൻ നോക്കുകയാണ്. നിന്റെ കരയിലേക്ക് ഞാൻ കൊണ്ടു ചെന്നാക്കാം. ഉസ് പാർ തക് മേ പൗഞ്ചാ ദൂങ്ക. നിന്റെ കര എന്ന് പറയുന്നത് ഇതൊരു സമുദ്രത്തിന്റെ ഒരാള് അപ്പുറത്തും ഒരാള് ഇപ്പുറത്തുമാണുള്ളത്. ഇവൻ വന്നിരിക്കുന്നത് ഇപ്പുറത്താണ്. അപ്പൊ ഉസ് പാർ തക് മേ പൗഞ്ചായെങ്ക, ആ സൈഡിലേക്ക് ഞാൻ എത്തിച്ചോളാം. ആ സൈഡ് അപ്പുറത്തുള്ള കരയിലേക്ക്, അപ്പുറത്തെ കരയിലേക്ക് ഞാൻ എത്തിച്ചോളാം. ഉസ് പാർ തക് മേ പൗഞ്ചാ ദൂങ്ക. ഇത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറെ മീനിങ് ചേഞ്ച് ആയി പോകുന്നുണ്ട് കേട്ടോ. പ്രോപ്പർ ഉദ്ദേശിച്ച തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഹിന്ദി വേർഡ്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരുമില്ല. അപ്പൊ അവൻ അങ്ങോട്ട് തിരിച്ചു പോണ്ട. അവൻ പറയാ, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരുമില്ല. വഹാ മേരാ ഇന്തസാർ കർനെ വാല കോയി നീ ഹൈ. അവിടെ വഹാ മേരാ ഇന്തസാർ കർനെ വാല, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയി ആരുമില്ല. കോയി നീ ഹൈ, ആരുമില്ല, ആരും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇന്തസാറിനെ കറ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല, ആരും എനിക്ക് വേണ്ടി കാത്തിരിക്കാനില്ല. അതുകൊണ്ട് എനിക്കിനി അങ്ങോട്ട് പോകണ്ട എന്നാണ് ദിലീപ് ബിജു മേനോനോട് പറയുന്നത്. ബിജു മേനോൻ ഒരു നല്ല മനുഷ്യനാണ്. അതില് ഞാൻ ശാപമാണെന്ന് പറഞ്ഞ മുജെ ശാപിത് കഹാവാല. ഇവന് അന്ന് അവിടെയുള്ള ചെറുക്കന്മാരൊക്കെ അവനോട് ഭയങ്കര മോശമായിട്ടൊക്കെ പെരുമാറിയിരുന്നു. പിന്നെ ഇവൻ വീട്ടിലുള്ളവർ തന്നെ ചിലപ്പോൾ വഴക്ക് പറയായിരുന്നു, നീ കടലിന്റെ ഒരു ശാപമാണെന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ ശാപം, ഈ സ്ഥലത്തിന്റെ ഒരു ശാപമാണെന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് അവനെ പോകാൻ ഇഷ്ടമല്ല എന്നാ പറയുന്നത്. മുജെ ശാപിത് കഹാവാല, എന്നെ ശാപമാണെന്ന് പറഞ്ഞ ആ കരയിലേക്ക് ഇനി പോകേണ്ട. ഉസ് കിനാരെ പർ അബ് നെയ് ജാന. എന്നെ ശാപമാണെന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക്, ആ കരയിലേക്ക്, ആ സൈഡിലേക്ക് അബ് നെയ് ജാന, ഇനി എനിക്ക് പോണ്ട, ഇപ്പൊ എനിക്ക് പോണ്ട. ഇവൻ ഇവിടെ വന്ന് പെട്ടില്ലേ, അവൻ ഇനി ഇവിടെ നിന്നാ മതി, ആ സൈഡിലേക്ക് എനിക്കിനി പോണ്ട. അങ്ങോട്ട് പോകാൻ അവന് പേടിയാ. അവിടുന്ന് ഇടിയും തൊഴിലും നല്ലൊരു ശപിക്കലും എല്ലാവരും കളിയാക്കലും ഒരു സൗകര്യവും കൊടുത്തിട്ടില്ല അവന്. അപ്പൊ അവൻ പറയുന്നത്, എനിക്കിനി അവിടേക്ക് പോണ്ട, എനിക്ക് ഇവിടെ നിന്നാ മതി.
അപ്പം ഭാവന പറയാ ബെസ്റ്റ് ഇപ്പൊ അനുഭവിച്ചോ. അപ്പൊ ഇവനെ കൂട്ടി വന്നപ്പം തന്നെ ഭാവനയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഏതോ ഒരു അഞ്ചാം വ്യക്തിയെ അങ്ങോട്ട് കൊണ്ടുവന്നതിന് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അച്ഛാവ അബ് സഹൻലോ, നന്നായിട്ടുണ്ട്, ഇനി സഹിച്ചോളൂ. അച്ഛാവ അബ് സഹൻലോ എന്ന് പറഞ്ഞാല് നന്നായി, വളരെ നന്നായി, ഇനി നീ അങ്ങ് സഹിച്ചോ അവനെ. അങ്ങനെ അവരെന്നെ അവർക്ക് അല്ലെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഇത് ഉദ്ദേശിച്ച പോലെ ട്രാൻസ്ലേറ്റ് ആയിട്ടില്ല, എന്നാലും ഏതാണ്ടൊക്കെ ശരിയാണ്.